എക്സൽ ഓൺലൈൻ സൺഡേ സ്കൂളിലേക്ക് വീണ്ടും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ചില ആഴ്ചകളായി നമ്മൾ പഴയ നിയമം ഓരോ പുസ്തകങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വീണ്ടും നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെല്ലാവരും ഈ ക്ലാസ്സുകൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ സൺഡേ സ്കൂൾ പ്രാർത്ഥിച്ച് ആരംഭിക്കാം. എല്ലാവരും കണ്ണുകളടച്ചാട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. എക്സൽ ഓൺലൈൻ സൺഡേ സ്കൂളായി ഞങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ കർത്താവെ, അങ്ങയുടെ വചനം പഠിക്കുവാൻ ലഭിക്കുന്ന അവസരത്തിനായി നന്ദി പറയുന്നു. കർത്താവെ, എല്ലാ കുഞ്ഞുങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കണം. ഇന്നത്തെ ക്ലാസ് അനുഗ്രഹമാക്കി തീർക്കണം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഓക്കെ, സോ നമ്മൾ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായിട്ട് ഉൽപ്പത്തി പുസ്തകം മുതൽ പഠിച്ചു വരികയായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഏത് പുസ്തകത്തെ പറ്റിയാണ് നമ്മൾ പഠിച്ചതെന്ന് ഓർമ്മയുണ്ടോ? യെസ്, എല്ലാവർക്കും ഓർമ്മയുണ്ട് അല്ലേ? അപ്പോൾ ഈ ആഴ്ചയിൽ നമ്മൾ ആദ്യത്തെ പഞ്ചഗ്രന്ഥങ്ങൾ, ആദ്യത്തെ 5 പുസ്തകങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ ആഴ്ച മുതൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അടുത്ത ഒരു കാറ്റഗറി പെടുന്ന പുസ്തകങ്ങളെ പറ്റിയാണ്. അതായത് യോശുവ മുതൽ റൂത്ത് വരെയുള്ള പുസ്തകങ്ങളെ പറ്റി. അങ്ങനെ ആ 12 പുസ്തകങ്ങളെ പറയുന്നത് ചരിത്ര പുസ്തകങ്ങളായിട്ടാണ് പറയുന്നത്. ചരിത്രം അടങ്ങിയിരിക്കുന്ന പുസ്തകങ്ങളായിട്ടാണ് യോശുവ മുതൽ റൂത്ത് വരെയുള്ള പുസ്തകങ്ങളെ പറയപ്പെടുന്നത്. അപ്പോൾ യോശുവയുടെ പുസ്തകത്തെ പറ്റി നമ്മൾ ഇന്നൊന്ന് വളരെ ചുരുക്കത്തിൽ തന്നെ നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ നോട്ട്ബുക്കും പേനയും ഒക്കെ എടുത്തു വെച്ച് നിങ്ങൾ പ്രത്യേകം എഴുതി വെക്കുകയും നോട്ടുകൾ എഴുതി വെക്കുകയും കൂട്ടത്തിൽ കൂടുതലായി നിങ്ങൾ ദൈവജനം പഠിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. യോശുവയുടെ പുസ്തകത്തിൻ്റെ ഒരു തീം എന്ന് പറയുന്നത്, പ്രധാനമായ ഒരു തീം എന്ന് പറയുന്നത്, വിജയം വരുന്നത് വിശ്വാസത്താലും അനുസരണത്താലും മാത്രമാണ് എന്നുള്ളൊരു ആശയമാണ്, അല്ലെങ്കിൽ ഒരു തീമാണ് നമുക്ക് യോശുവയുടെ പുസ്തകത്തിൽ നിന്നും ലഭിക്കുന്നത്. അപ്പോൾ തന്നെ ഈ യോശുവയുടെ പുസ്തകത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നു, യോശുവ എന്ന വ്യക്തി ഏറ്റവും കൂടുതൽ പ്രതികൂലങ്ങൾ അനുഭവിച്ച അല്ലെങ്കിൽ നേരിട്ട ചില വ്യക്തികളിൽ ഒരാളാണ് യോശുവ എന്ന് പറയുന്നത്. യോശുവയുടെ പുസ്തകത്തിലുടനീളം നമുക്ക് കാണുവാൻ കഴിയുന്നത്, യോശുവയുടെ ജീവിതത്തിൽ യോശുവ ദൈവത്തിൽ കൂടി സാധ്യമാക്കിയ കുറേ കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. മോശയുടെ ഒരു കാഴ്ചപ്പാടോട് പറ്റിച്ചേർന്ന 2 പേരെ നമുക്ക് യോശുവയുടെ പുസ്തകത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അത് ഒന്ന് യോശുവയും മറ്റൊന്ന് കാലേബുമാണ്. ഇവർ 2 പേരും മോശയുടെ ഒരു കാഴ്ചപ്പാട് എന്താണോ അതിനെ അദാസ് രീതിയിൽ പിന്തുടരുവാൻ അവരെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് യോശുവയുടെ പുസ്തകത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, യോശുവ എന്ന പേര്, ആ പേര് എങ്ങനെ വന്നു എന്നുള്ളതാണ്. കാരണം യോശുവയുടെ പേര് യോശുവ ആയിരുന്നില്ല ആദ്യം. അത് ആദ്യം മറ്റൊരു പേരായിരുന്നു. നമ്മൾ നമ്പേഴ്സ്, സംഖ്യാപുസ്തകം 13-ാം അധ്യായം 8-ാം വാക്യം, അത് നിങ്ങൾ നിശ്ചയമായും കുറിച്ച് വെച്ച് വായിക്കണം. 8-ാം വാക്യത്തിൽ അവിടെ പറയുന്നുണ്ട്, നൂൻ്റെ മകനായ ഹോശയായിട്ടാണ് യോശുവയെ കാണപ്പെടുന്നത്. ആ ഹോശയ എന്ന പേരിൻ്റെ അർത്ഥം വരുന്നത് സാൽവേഷൻ എന്നാണ്. എന്നാൽ അതേ അധ്യായത്തിൻ്റെ 13-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, നമുക്ക് മോശ ദേശം ഉറ്റുനോക്കുവാനായിട്ട് നൂൻ്റെ മകനായ യോശുവയെ പേര് മാറ്റി യോശുവ എന്ന ആളെ വിട്ടതായിട്ട് കാണുവാൻ കഴിയുന്നു. അപ്പോൾ യോശു എന്ന പേരിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് യഹോവ രക്ഷിക്കുന്നു എന്നാണ് ആ പേരിൻ്റെ അർത്ഥം. അപ്പോൾ ആ പേരിൻ്റെ അർത്ഥം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, യോശുവയുടെ കരങ്ങളിലൂടെ ദൈവം ഒരുപാട് ജനങ്ങളെ രക്ഷിക്കുന്നതായി കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇതൊരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം യോശുവ എന്ന പേര് വന്ന് ആ പേരിൻ്റെ ഒരു മാറ്റം സംഭവിക്കുമ്പോൾ തന്നെ ആ പേരിൻ്റെ അർത്ഥം കാണിക്കുന്നത് യഹോവ രക്ഷിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ യോശുവയിലൂടെ അനേക ജനങ്ങൾ രക്ഷപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഈ യോശുവയുടെ പുസ്തകത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും നോട്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ദൈവം വാഗ്ദത്തം ചെയ്തത് നിവർത്തിപ്പാൻ വിശ്വസ്തനാണ്
അത് നമുക്ക് യോശുവയുടെ പുസ്തകത്തിലൂടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. തൻ്റെ പ്രമാണങ്ങൾ പാലിക്കുന്നവരെ അവൻ മിസ്രൈമിൽ നിന്നും വിടുവിക്കുകയും വിജയത്തോടെ കനാനിൽ പ്രവേശിക്കുകയും പ്രതിഫലം നൽകുകയും ചെയ്യും. ഇതാണ് ഈ യോശുവയുടെ പുസ്തകത്തിലുടനീളം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ചില അനുസരിക്കുക എന്നൊക്കെ പദങ്ങൾ വളരെ എംഫസൈസ് ചെയ്യുന്ന ഒരു പുസ്തകം കൂടിയാണ് യോശുവയുടെ പുസ്തകം എന്ന് പറയുന്നത്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ പഞ്ചഗ്രന്ഥങ്ങൾ കഴിഞ്ഞാൽ അടുത്ത 12 പുസ്തകങ്ങളെ, അതായത് യോശുവ മുതൽ എസ്തേർ വരെയുള്ള പുസ്തകങ്ങളെ പറയുന്നത് ചരിത്ര പുസ്തകങ്ങൾ എന്നാണ്. അപ്പം അതിൽ അടങ്ങിയിരിക്കുന്നത് മൊത്തം ചരിത്രങ്ങളാണ്. ഇസ്രായേൽ ജനതയെ സംബന്ധിച്ചുള്ള ചരിത്രങ്ങളുണ്ട്. രക്ഷപ്പെട്ടു വരുന്ന ഒരു വലിയ ചരിത്രം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അവയിൽ ആദ്യ ചരിത്ര പുസ്തകമാണ് യോശുവ എന്ന് പറയുന്നത്. പുസ്തകത്തെ കഥാപാത്രങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന ആദ്യ പുസ്തകവും ഇത് തന്നെയാണ്. അപ്പോൾ ചരിത്ര പുസ്തകങ്ങൾ ആദ്യത്തെ പുസ്തകം യോശുവ ആണ്. അപ്പോൾ തന്നെ ആ പുസ്തകത്തിൻ്റെ ആ ഏറ്റവും വലിയ കഥാപാത്രം, ആളുടെ പേര് തന്നെ ആ പുസ്തകത്തിന് ലഭിച്ചിരിക്കുന്നു. ഈ പുസ്തകത്തിൻ്റെ പ്രധാന വിഷയം എന്ന് പറയുന്നത് ജയിച്ചെടുക്കുക എന്നുള്ളതാണ്. ജയിച്ചെടുക്കുക, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളൊന്നും വിട്ടുകളയാതെ നിവർത്തിക്കുക എന്നുള്ള ഒരു വലിയ ഒരു ആഹ്വാനമാണ് ഈ പുസ്തകത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പുസ്തക വീക്ഷണം എന്ന് പറയുന്നത് എന്താണെന്നോ നമുക്കൊന്ന് നോക്കാം. ആവർത്തനം പറഞ്ഞു നിർത്തിയിടത്ത് നിന്ന് യോശുവ ആരംഭിക്കുകയാണ് ഈ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവം വാഗ്ദത്തം ചെയ്ത യോശുവയിലൂടെ നിവർത്തിക്കുന്നു. അപ്പോൾ തന്നെ പുസ്തക വിഷയങ്ങളിലൂടെ അടിസ്ഥാനത്തിൽ 2ആയി നമുക്ക് ഈ പുസ്തകത്തെ എന്ത് ചെയ്യാൻ പറ്റും? വിഭജിക്കാൻ കഴിയുന്നുണ്ട്. കനാൻ വിജയം, അപ്പോൾ തന്നെ കനാൻ വിഭജനം, വിശദീകരണം. ഇങ്ങനെ 2 രീതിയിൽ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്? ഈ പുസ്തകത്തെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഈ പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ എന്ന് പറയുന്നത് നമുക്ക് പല വ്യാഖ്യാനങ്ങളിലൂടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ഈ യോശുവയുടെ പുസ്തകം യോശുവ എഴുതിയെങ്കിലും ഇത് എഡിറ്റ് ചെയ്യപ്പെട്ടത് മറ്റൊരാളിലൂടെയാണ്. കാരണം ഈ പുസ്തകത്തിൽ തന്നെ യോശുവയുടെ മരണത്തെ പറ്റിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആ ഭാഗങ്ങൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അത് യോശുവ എഴുതിയതല്ല ആ ഭാഗങ്ങൾ, എന്നാൽ അത് പിൽക്കാലത്ത് മറ്റൊരാളിലൂടെ എഡിറ്റ് ചെയ്യപ്പെട്ട്, എലിയാസർ എന്ന് പറയുന്ന ഒരു വ്യക്തിയിലൂടെ അത് എഡിറ്റ് ചെയ്യപ്പെട്ട് അത് നമ്മുടെ കാര്യങ്ങളിലേക്ക് എത്തപ്പെട്ടു എന്നുള്ളതാണ് ഈ പുസ്തകത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് വാഗ്ദത്ത നാടായ കനാൻ, ഇന്നത്തെ ഇസ്രായേൽ രാഷ്ട്രം, അതാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു പശ്ചാത്തലമെന്ന് പറയപ്പെടുന്നത്. അപ്പോൾ തന്നെ പ്രധാന വാക്യം, ഈ പുസ്തകത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമുണ്ട്, താക്കോൽ വാക്യം എന്ന് പറയപ്പെടുന്നു. അത് 24-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമായി യോശുവയുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഈ പുസ്തകത്തിൻ്റെ പ്രധാന വ്യക്തിത്വങ്ങൾ ആരൊക്കെയാണ്? ഈ പുസ്തകത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്ന വ്യക്തികൾ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. യോശുവ ആണ് ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത്. രണ്ടാമതായി രാഹാബിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു, ആഖാനെ കാണാൻ കഴിയുന്നു, അതുപോലെ തന്നെ ഫിനെഹാസിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു, ഇലയാസറിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രധാന സ്ഥലങ്ങൾ, ഈ പുസ്തകത്തിൻ്റെ പ്രധാന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് യെരിഹോ ഒരു പ്രധാന സ്ഥലമാണ്, ഹായ്, അതുപോലെ യബാൽ പർവ്വതം, ഗിബയാൻ, ഗിൽഗാൽ, ഷേഖേം, ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഈ പുസ്തകത്തിൽ വളരെ പ്രധാനമായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 20 ലക്ഷത്തിലധികം പേർ മിസ്രൈമിൽ നിന്നും പുറപ്പെട്ടുവെങ്കിലും 20 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരിൽ യോശുവയും കാലേബും മാത്രമേ വാഗ്ദത്ത നാട്ടിൽ പ്രവേശിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു പുസ്തകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് 20 ലക്ഷത്തിലധികം ആളുകൾ ദേശത്തിലേക്ക് പുറപ്പെട്ടു, പക്ഷെങ്കിൽ പ്രവേശിച്ചത് വളരെ ചുരുക്കമാണ്. 20 വയസ്സിന് താഴെയുള്ള അല്ലെങ്കിൽ 20 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരിൽ യോശുവയും കാലേബും മാത്രമാണ് ആ വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കുവാനായിട്ട് കഴിഞ്ഞത്. അതാണ് ഈ പുസ്തകത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്.
ഈ പുസ്തകത്തിൻ്റെ സ്ഥിതിവിവര കണക്കുകൾ നമുക്കൊന്ന് നോക്കാം. ഈ പുസ്തകത്തിൽ സത്യവേദ പുസ്തകത്തിലെ 6ാമത്തെ പുസ്തകമായ യോശുവയുടെ പുസ്തകം നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോൾ തന്നെ 24 അധ്യായങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. 658 വാക്യങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. ചരിത്രപരമായ വാക്യങ്ങൾ 624 വാക്യങ്ങൾ, നിവർത്തിയായ പ്രവചനങ്ങൾ 42, അതുപോലെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന വാക്യങ്ങൾ 21 എണ്ണം, അതുപോലെ ദൈവത്തിൽ നിന്നുള്ള ദൂതുകൾ 14 എണ്ണം, അതുപോലെ ദൈവത്തിൽ നിന്നുള്ള ആജ്ഞകൾ 98 എണ്ണമുണ്ട്. അതുപോലെ തന്നെ മുന്നറിയിപ്പുകൾ, കുറേയധികം മുന്നറിയിപ്പുകൾ ഈ പുസ്തകത്തിലും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. പഴയ നിയമത്തിൽ അധികം മുന്നറിയിപ്പുകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഈ പുസ്തകത്തിൽ 44 മുന്നറിയിപ്പുകൾ കാണുവാനായിട്ട് കഴിയുന്നു. അതുപോലെ ഒടുവിലായി വാഗ്ദാനങ്ങൾ, 16-ൽ അധികം വാഗ്ദാനങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അപ്പോൾ ഈ പുസ്തകം നിറഞ്ഞു നിൽക്കുന്ന ഒരു ദൈവ പദ്ധതി, അല്ലെ ഒരു ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണം ഈ പുസ്തകത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. യോശുവയുടെ പുസ്തകത്തിലൂടെ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ ഒരു ആശയം, ഒരു തീം എന്ന് പറയുന്നത് അനുസരണത്താലും വിശ്വാസത്താലും മാത്രമേ വിജയം നേടുവാനായിട്ട് കഴിയുകയുള്ളൂ. നമുക്കറിയാം, മോശയുടെ കാലം കഴിയുന്നതിന് മുമ്പ് യോശുവയെ ആ ഒരു വലിയ ദൗത്യത്തിന് വേണ്ടി കൈമാറുന്ന ഒരു റോൾ കൈമാറുക, ഒരു ദൗത്യം കൈമാറുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. യോശുവ എന്ന ആള് എങ്ങനെ ആ ദൗത്യം പൂർത്തീകരിക്കുന്നു എന്നുള്ളത് യോശുവയുടെ പുസ്തകത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. കാരണം യോശുവയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രതികൂലങ്ങൾ അനുഭവിച്ച ഒരു വ്യക്തിയാണ്. പക്ഷെങ്കിൽ അവിടെയും അനുസരണത്തോടെയും വിശ്വാസത്തോടെയും നിലനിന്നതുകൊണ്ട് ആ പേര്, യോശുവ എന്ന പേരിന് അർത്ഥം നൽകുന്ന രീതിയിലുള്ള ഒരു ജീവിതമായിരുന്നു ഈ യോശുവ കാഴ്ചവെച്ചത്. എന്തായിരുന്നു ആ യോശുവയുടെ പേരിൻ്റെ അർത്ഥം? അതെ, ദൈവം രക്ഷിക്കുന്നു, യഹോവ രക്ഷിക്കുന്നു എന്നുള്ളത്. അപ്പോൾ യഹോവ രക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ യോശുവയിലൂടെ ആ ഒരു വലിയ ജനക്കൂട്ടത്തെ രക്ഷിക്കുന്നത്, അവരെ ഒരു വലിയ ഒരു പദ്ധതിയിലേക്ക് എത്തിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പം എന്നെ കേൾക്കുന്ന കൂട്ടുകാരോട് ഞാൻ ഈ പുസ്തകത്തിലൂടെ ഒരു കാര്യം പറയട്ടെ. നമ്മളും വിജയിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ദൈവവചനം, പ്രത്യേകിച്ച് യോശുവയുടെ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്ന ഒന്നാണ്. അത് അനുസരണവും വിശ്വാസവും നമ്മൾ ഉണ്ടാവണം. ഈ അനുസരണവും വിശ്വാസവും നമ്മൾ ഉണ്ടെങ്കിൽ തീർച്ചയായും വിജയം നമുക്കുള്ളതാണ്. വളരെ ചിട്ടപ്പെടുത്തിയ ഒരു ജീവിത ശൈലി ഉള്ള വ്യക്തിയാണ് യോശുവ. അത് അനേക പുസ്തകങ്ങളിലൂടെ ഞാൻ വായിച്ചു കേട്ടിട്ടുണ്ട്. ജീവിതം ക്രമപ്പെടുത്തി ജീവിക്കുകയാണെങ്കിൽ, വളരെ കർത്താവിൽ, ദൈവത്തിൽ വിശ്വാസത്തോടെ, ദൈവത്തിൽ ഭയപ്പെട്ട് അനുസരണത്തോടെ ജീവിക്കുന്നുവെങ്കിൽ വിജയം നമുക്കുള്ളതാണ്. യോശുവ ജയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെയും കൊണ്ടും ജയിക്കുവാൻ കഴിയും. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതവും കൊണ്ടും നമ്മൾ വളരെ അനുസരണവും വിശ്വാസവും ഒക്കെ ഉള്ളവരായി നീ വരുന്ന തലമുറകളിൽ അനേക പാപികളെ രക്ഷയിലേക്ക് നയിക്കുന്നവരായി നമുക്ക് ഓരോരുത്തർക്കും തീരാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ഒരു ലളിതമായ നിലയിലാണ് നമ്മൾ ഓരോ പുസ്തകങ്ങളും പഠിക്കുന്നത്. ഓരോ പുസ്തകങ്ങളും പഠിക്കുമ്പോൾ അതിൻ്റെ ചെറിയ വളരെ ഹൈലൈറ്റ് ചെയ്ത കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നുള്ളൂ. പക്ഷെങ്കിൽ നിശ്ചയമായും നിങ്ങൾ ഈ പുസ്തകത്തെ എന്ത് ചെയ്യണം? 1-ാം അധ്യായം മുതൽ നിങ്ങൾ ഇത് കൃത്യമായി ഓരോ ദിവസവും വായിക്കണം. വായിച്ച് നിങ്ങൾ കൂടുതലായി മനസ്സിലാക്കണം, കൂടുതലായി പഠിക്കണം. കൂടുതലായി പഠിക്കുവാനായി നിങ്ങൾ ശ്രമിക്കണം. ഈ പുസ്തകത്തിൽ കേവലം 24 അധ്യായങ്ങളേ ഉള്ളൂ. ഈ 24 അധ്യായങ്ങൾ നിങ്ങൾക്ക് ഒരു 24 ദിവസം കൊണ്ട് തന്നെ അത് വായിച്ച് മനസ്സിലാക്കി പഠിക്കുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീണ്ടും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ക്ലാസ് നമുക്ക് പ്രാർത്ഥിച്ച് ക്ലോസ് ചെയ്യാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല സ്വർഗീയ പിതാവേ, തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ വീണ്ടും കടന്നു വരുന്നു. അവിടെ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ പഠിച്ചതുപോലെ യോശുവയുടെ പുസ്തകത്തിൽ നിന്നും ഞങ്ങൾ മനസ്സിലാക്കിയതുപോലെ അനുസരണം എന്ന ഒരു വലിയ വിഷയം, വിശ്വാസം എന്ന ഒരു വലിയ വിഷയം, അത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ, അതിലൂടെ അങ്ങ് തരുന്ന വിജയത്തിലേക്ക് നേടുവാൻ, വിജയത്തിലേക്ക് എത്തപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണം.
എല്ലാ കുഞ്ഞുങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണം. തിരുനാമം മഹത്വമെടുക്കണം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സോ എല്ലാ കുഞ്ഞുങ്ങളും ദൈവം അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. അതുവരെയും ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.